സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്തായിരിക്കും യൂണിവേഴ്സ് താങ്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? നമുക്ക് ചോദിക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ താങ്കളുടെ സിറ്റുവേഷനാണ്. എന്തായിരിക്കും അവസ്ഥ നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഇന്നത്തെ ഗൈഡൻസ്, എന്താണ് താങ്കൾ ഇന്ന് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണെന്നുള്ളത്. മൂന്നാമത്തത് ഇന്ന് എന്ത് കാര്യത്തിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. എന്ത് കാർഡാണ്? ജസ്റ്റിസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു മേജർ ആർക്കേന കാർഡാണ്. ചിത്രത്തിൽ നമുക്ക് കാണുന്നത് ഒരു ന്യായാധിപനെയാണ്. അദ്ദേഹം കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്. ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ ത്രാസ് നിങ്ങൾ കാണാം. അതായത് നീതി നടപ്പാക്കാൻ എന്താ പറയുക, വാൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. അദ്ദേഹം കണ്ണ് തുറന്ന് പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജസ്റ്റിസ് എന്ന് പറയുന്ന കാർഡ് നമ്മളോട് ഇന്ന് പറയുന്ന പൊതുവെ കാർഡ് വരുന്നത് നമുക്ക് എന്താ പറയുക, കേസ് അങ്ങനത്തെ ഒരു ദിവസമൊക്കെ ആണെങ്കിൽ അതിലൊരു ന്യായമായിട്ടുള്ള വിധി കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമുക്കൊരു ന്യായത്തിൻ്റെ ദിവസമാണ്. ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള നമുക്കൊരു കിട്ടാനുള്ള സാധ്യതയാണ്. അതേപോലെ തന്നെ ന്യായത്തിന് വേണ്ടി നമ്മൾ വാളെടുക്കേണ്ട ദിവസമാണ്. അപ്പം ന്യായം എന്ന് കാണാൻ നിങ്ങൾ ഇതാക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കിയിരിക്കുക എന്നാണ് കൃത്യമായിട്ട് പച്ച മലയാളത്തിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം താങ്കൾക്ക് ഒരു പക്ഷേ പ്രകോപനം ഉണ്ടാക്കിയേക്കാം. ഞങ്ങൾ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ താങ്കൾക്ക് പ്രതികരിക്കാൻ തോന്നിയേക്കാം. പക്ഷേ ഗൈഡൻസ് പറയുന്നത് സ്വന്തം ഇമോഷൻസും സ്വന്തം ഇതും നോക്കാനാണ് പറയുന്നത്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു മദറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ന് പറയും. ഇവർക്ക് പ്രത്യേകത, അവർ കപ്പിൻ്റെ അമ്മയാണ്. കപ്പിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ വികാരങ്ങളുടെ അമ്മയാണ്. വികാരം നിയന്ത്രിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. അതായത് നമുക്ക് മനസ്സ് തുറന്ന് നമ്മളോട് പറയാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. കൗൺസിലർ എന്നൊക്കെ പറയും. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഉപദേശകനാകുക എന്നുള്ളൊരു അർത്ഥമാണ് ഈ കാർഡ് തരുന്നത്. അപ്പോൾ എങ്ങനത്തെ ഉപദേശം തരണം? ഈ രണ്ട് കാർഡും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ന്യായം ഉള്ള രീതിയിൽ ഉപദേശിക്കാനാണ് പറയുന്നത്. അതിനിടയിൽ നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് 9 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 9 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡിൽ ചിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തി കയ്യിൽ ഒരു വടിയും പിടിച്ച് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു കെട്ടും മുഖത്ത് ചോരയും ഒക്കെ കണ്ട അത്യാവശ്യം നല്ല തല്ല് കിട്ടിയിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുറകിലെ 8 വടികൾ കാണാം. ഈ 8 വടികൾ അദ്ദേഹത്തിന് അവർക്ക് തൊടാൻ പറ്റില്ലെങ്കിലും അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്, അവയെ നോക്കുന്നുണ്ട്. അതായത് ഒരു ഓട്ടമോടി എന്തിലേക്ക് വിജയിച്ചു നിൽക്കുന്ന വ്യക്തി തന്നെയാണ്. മുൻകാലങ്ങളിൽ നടന്നതിനും അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അതേസമയം സഹനത്തിൻ്റെ കാർഡുമാണ്. അപ്പോൾ ഇന്നത്തെ ഇത് നമുക്ക് നൽകുന്ന ഒരു ഫോക്കസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ പേടിച്ച് നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. സ്വന്തം ജീവിതമായിട്ട് മുന്നോട്ട് പോകൂ. മുൻകാലങ്ങളിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും അത് കയറേണ്ട കാര്യമില്ല എന്ന് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് താങ്കൾക്ക് യൂണിവേഴ്സ് തരുന്ന സന്ദേശം. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.